കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഇഷിത മഹേഷിനെ വിളിക്കുകയാണ്. അപ്പൊ വിളിച്ചു കഴിഞ്ഞിട്ട് മഹേഷ് കോൾ എടുത്തില്ല. പെട്ടെന്ന് പ്രിയാമണി പറഞ്ഞു, ഒന്നുകൂടെ വിളിക്കുമോളെ, ചിലപ്പോ എന്തെങ്കിലും തിരക്കാണോ എന്ന് അറിയത്തില്ലെന്ന് പറയാണ്. മഹേഷിനെ വിളിക്കാനായിട്ട് ഇഷ്ടതയ്ക്കൊരു മടിയുണ്ട്, എന്താ പറയണെന്ന് അറിയത്തില്ല. പക്ഷേങ്കില് മാഷും പ്രിയാമണിയും സൂത്രയൊക്കെ നിർബന്ധിച്ച് കഴിയുമ്പോ വിളിക്കാതിരിക്കാൻ പറ്റില്ല. വീണ്ടും വിളിച്ചു. മഹേഷ് കോൾ എടുക്കുകയാണ്. എന്താ നാശം പിടിക്കാനായിട്ട് നീ എന്തിനാ ഇപ്പൊ വിളിച്ചെന്ന് ചോദിക്കുക. പെട്ടെന്ന് ഇഷിത പറഞ്ഞു, ആ ആണോ, തിരക്കാണോ, അങ്ങനെയൊക്കെ വലിയ റൊമാൻറ്റിക് ആയിട്ട് ചോദിക്കുകയാണ് ഇരുന്നിട്ട്. നീ എന്താന്ന് കാര്യം പറ. അതെ, എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാണ്ടെന്ന് പറയാം. പ്രധാനപ്പെട്ട കാര്യമോ, നീ എന്താ വീട് വിട്ടു പോവാണെന്ന് ചോദിക്കുക. അതെ, ഇങ്ങനെ തമാശ ഒന്നും പറയില്ല കേട്ടോ എന്ന് പറയാ. നിനക്കെന്താ ഭ്രാന്തായോ? ഞാൻ പറയണല്ലോ നീ മറുപടി പറയണേ. നീ ഓക്കെ അല്ലേ ഇഷ്ടതെന്ന് ചോദിക്കുക. അതെ അതെ, ഇങ്ങനെ റൊമാൻറ്റിക് ആയിട്ടും സംസാരിക്കില്ലെന്നൊക്കെ പറയാം. തേമേ, ഇവൾക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് മഹേഷ് വിചാരിക്കുകയാണ്. ഈ സമയത്ത് പ്രിയാമണിയും മാഷും ഒക്കെ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുക. കാരണം മഹേഷ് അവിടുന്ന് റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കണേന്നാ ഇവരുടെ വിചാരം. അതുപോലെയാണല്ലോ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ ഇരുന്നിട്ട് ഇഷിത. പിന്നീട് ഇഷിത പറഞ്ഞു, അതെ വൈകിട്ട് വീട്ടില് ഒരു വിരുന്നുണ്ട്, അപ്പൊ അതിന് മഹേഷ് നേരത്തെ വരണമെന്ന് പറയാം. പിന്നെ വിരുന്ന്, നിന്റെ വീട്ടുകാർക്ക് അതാ തലയ്ക്ക് ഓളമുണ്ടോ, എപ്പോഴും ഇത് തന്നെ പരിപാടി ഉള്ളോന്ന് ചോദിക്കും. ആണോ, നേരത്തെ വരുമെന്നോ, എന്ത് തിരക്കുണ്ടെങ്കിലോ? അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ല. ഷോ, ഈ സമയത്താണ് ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ ഇഷിത് പറയണ. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണിക്കും മാഷിനും ഭയങ്കര സന്തോഷമായി. പിന്നീട് മഹേഷ് കോള് കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും ഇഷിത പറഞ്ഞു, ആണോ, അച്ഛനെ അമ്മേനെ അന്വേഷിച്ചെന്ന് പറയണോ? അപ്പൊ അടുത്തിന് സൂത്ര പറഞ്ഞു, എന്നെയും കൂടെ ആ സൂത്രനെ അന്വേഷിച്ചെന്ന് പറയണോ? ആ ശരി എന്നാ എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കുവാണ്. പ്രിയാമണി പറഞ്ഞു, ദേ മഹേഷ് ഇത്ര റൊമാൻറ്റിക് ആയിരുന്നില്ലേ, ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പറയണ. ഇത് കേട്ടതും ഇഷ്ടതയൊന്ന് ചിരിക്കുവാണ്. പിന്നീട് വിനോദിന്റെ അടുത്തേക്ക് സുമിത്ര വരുവാണ്. സുമിത്ര വന്നിട്ട് ചോദിച്ചു, ഓഹോ, അന്ന് കല്യാണത്തിന് കണ്ടേ പിന്നെ ഇന്നാണല്ലോ കാണുന്നതെന്ന് പറയണം. അത് പിന്നെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയി പോയെന്ന് പറയാ. പിന്നീട് സുമിത്ര പറഞ്ഞു, പെട്ടെന്ന് തന്നെ എനിക്ക് പോണം, ഇന്ന് വീട്ടിലെ വിരുന്നൊരുക്കിയിരിക്കുക. ഇഷിതേച്ചിക്കും ഏട്ടനും ഒക്കെ വേണ്ട, മഹേഷിനും ഒക്കെ വേണ്ടി വിരുന്നൊരുക്കിയിരിക്കുക എന്ന് പറയണോ? ഓഹോ, അപ്പൊ എന്റെ ഏട്ടത്തിയമ്മയുടെ വിരുന്ന് അന്ന് നടക്കാൻ പോകുന്നല്ലേന്ന് ചോദിക്കും. ഏട്ടത്തിയമ്മയോ? അതിന് നമ്മൾ തമ്മിൽ കല്യാണം കഴിച്ചല്ലോ. ഓ, കല്യാണം കഴിക്കണ്ട, അല്ലേലും എന്റെ ഏട്ടത്തിയമ്മ തന്നെയാന്ന് പറയണം. അത് ഏത് കുഴപ്പില്ല, അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കി തരാം, അതൊക്കെ ഒരു സർപ്രൈസ് ആയിരിക്കും എന്ന് പറയണം. അല്ല, അന്ന് ചേച്ചിയുടെ കല്യാണത്തിന് ഗുണ്ടാക്രമണം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ ആരാ രക്ഷിച്ചതെന്ന് മാത്രം അറിയത്തില്ല എന്ന് പറയണം. അല്ല, നിങ്ങൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ലേന്ന് സുമിത്രയോട് ചോദിക്കുക. അന്വേഷിച്ചു, പക്ഷെ ആരാന്ന് കണ്ടെത്താൻ പറ്റിയില്ലെന്ന് പറയാണ്. അല്ല, വിനോദിനറിയാവോ ആരാന്ന്? എനിക്കറിയത്തില്ല. അല്ല, ഞാൻ വേണേ അന്വേഷിച്ച് കണ്ടുപിടിക്കണോ? കണ്ടുപിടിക്കുവാണെങ്കിലോ എന്ത് തരും? തക്കതായി പാരിതോഷികം തരാന്ന് പറയണ. ശരി, ആയിക്കോട്ടെ എന്ന് പറയാം. ഞാനാണെങ്കിൽ ആ സമയത്ത് വിനോദിനെ അവിടെ എല്ലാം അന്വേഷിച്ചായിരുന്നു, മഹേഷേണ്ണനെ ഒരു പരിചയപ്പെടുത്താനായിട്ട്. പക്ഷെ വിനോദിനെ കണ്ടില്ല. ഞാനവിടെ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ചില അർജന്റ് കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പം ഇടയ്ക്ക് ഞാൻ അവിടെ നിന്ന് പോയായിരുന്നു പറയണം. ഓ, അത് ശരി. അല്ല, ഇനിയിപ്പം ഒരു കാര്യമുണ്ട്, മഹേഷേണ്ണനും കൂടെ വിചാരിച്ചാലും നമ്മുടെ കല്യാണം നടക്കുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടത് വിനോദ് പറഞ്ഞു, ആഹാ, അങ്ങനെയാണെങ്കിൽ കല്യാണം നടക്കാൻ പോകുന്നില്ലെന്ന് മനസ്സിൽ പറയണം. എന്താ വിനോദ, എന്താ പറഞ്ഞെന്ന് ചോദിക്കുകയാണ്. എല്ലാവരുടെയും അനുഗ്രഹത്തോടും ആശീർവാദത്തോടും കൂടി നമ്മുടെ വിവാഹം നടക്കുവോ? അതൊരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം. അതെന്താ അങ്ങനെ പറയാൻ കാരണം? അല്ല, ഞാൻ എൻ്റെ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ചാന്ന് പറയണം. എന്ത് കാര്യങ്ങള്? അല്ല, പാപം ചെയ്തവർക്ക് പാപമോചനത്തിനുള്ള അർഹതയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പാപം ചെയ്തവർക്ക് പാപമോചനമോ? എനിക്കൊന്നും കൂടെ മനസ്സിലാകുന്നില്ലോ, എന്താ ഉദ്ദേശിച്ചതെന്ന് ചോദിക്കാം. അല്ല, അത് പിന്നെ ഞാനൊരു പഴയൊരു കാര്യം ഓർത്ത, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യമായി. എൻ്റെ ഫ്രണ്ടിന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായിരുന്നു. പിന്നീട് കുറെ കാലം കഴിഞ്ഞപ്പോൾ തളർന്നു പോയി. അപ്പൊ ജോലിയൊന്നും എടുക്കാൻ വയ്യാതെ കഴിഞ്ഞപ്പോൾ അവരുടെ ഏട്ടനാണ് പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത്. അപ്പൊ അനിയനെ പഠിപ്പിക്കാനായിട്ട് ഏട്ടൻ പിന്നെ പഠനം വരെ ഉപേക്ഷിച്ച് ജോലിക്കിറങ്ങി. പക്ഷെ അനിയനെ ഹോസ്റ്റലിൽ നിർത്തിയ, തൊട്ടടുത്തായിരുന്നു കോളേജ്, പക്ഷെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചു. കാര്യം എന്താണെന്നറിയോ? വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അവന് പഠനം മുടങ്ങിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം പഠിക്കാതിരിക്കാൻ പറ്റാതിരുന്നാലോ എന്നൊക്കെ കരുതിയിട്ട് ഹോസ്റ്റലിൽ നിർത്തുക ചെയ്തേ. പക്ഷെ എങ്കിൽ എന്ത് ചെയ്തു, ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അനിയൻ അങ്ങോട്ട് വലിയ വഷളായിപ്പോയി. അവൻ തന്റെ കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഡ്രഗ്സിനും അങ്ങനെയൊക്കെ അടിമയായി തീർന്നു. അവസാനം തന്റെ അനിയനെ കാണാൻ ഏട്ടൻ വന്നു കഴിയുമ്പോഴത്തേനും ഏട്ടനെ തന്റെ ഫ്രണ്ട്സിനോടൊപ്പം ചേർന്ന് ആക്രമിച്ച് നാണം കെടുത്തി തല്ലി അവശനാക്കി വിടുക ചെയ്തേന്ന് പറയാ. ഇതൊക്കെ കേട്ടപ്പോൾ സുമിത്ര ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ടുന്നു. അല്ല, ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ? എന്താ ഞാൻ എനിക്ക് കേൾക്കണേ? അതെന്റെ ഒരു ഫ്രണ്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞ. ഇപ്പൊ എന്റെ ഫ്രണ്ടിനാണെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി, ഇഷ്ടം തുറന്നു പറയുകയും ചെയ്തു. എന്നിട്ട് അവള് ഇഷ്ടം പറഞ്ഞു എന്ന് ചോദിക്കും. അവള് ഇഷ്ടം പറഞ്ഞിട്ടൊന്നുമില്ല,
പക്ഷെ എങ്കില് സൂത്രനാണ് എന്ത് ചെയ്യുന്ന ചോദിക്കാം. ഞാനാണെങ്കിൽ ഒരിക്കലും സമ്മതിക്കത്തില്ല. അതുപോലെ ഒരു ഫ്രോഡിന്റെ കൂടെ ആരും മരണത്തിലേക്ക് പോയി തല വെക്കുവോ? ഒരിക്കലും ഇല്ലാന്ന് പറയാം. ഇത് കേട്ടത് വിനോദ് പറഞ്ഞു, അത് ശരിയാ. ഓ, എന്നാലും ആ ഫ്രണ്ടിനെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ഒക്കെ പറയണം. അല്ല, ഇതിപ്പോ എന്നോട് പറയാനുള്ള കാരണം എന്താ? അല്ല, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ സൂത്ര, അതാന്ന് പറയണം. അപ്പോഴേക്ക് വിനോദിന്റെ ഫോണിലേക്ക് ഒരു കോള് വന്നു. കോൾ എടുക്കുവാണ്. ഹലോ, ആ ശരി, അന്ന് ഇപ്പൊ തന്നെ വരാന്ന് പറയണ. എന്താ പറ്റി? അതെ, മന്ത്രിയെ വിളിച്ച പെട്ടെന്ന് തന്നെ ചിലരോട് ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്. ഓ, എന്നെ കാണാൻ വന്നപ്പോ തന്നെ മീറ്റിംഗ് ആയാലെന്ന് ചോദിക്കുക. ആ സാരമില്ല, നമുക്ക് പിന്നീട് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് വിനോദ് കയറി പോവാണ്. സുഹൃത്തർ പോരുകയും ചെയ്തു. പിന്നീട് ഇഷിത ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ നോക്കുവാണ്. അപ്പോഴേക്കാണ് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ലീവ് വേണമായിരുന്നു പറയാണ്. ലീവോ? അതെ, ഒരാഴ്ചത്തെ ലീവ് വേണം മാടെന്ന് പറയണം. ഒരാഴ്ചത്തെ ലീവോ? അതെങ്ങനെ ശരിയാവും? അത് പിന്നെ എൻ്റെ മോളുടെ കല്യാണമാണ്. ആഹാ, അത്രയും വലിയ മോളൊക്കെ ഉണ്ടോന്ന് ചോദിക്കാം. അത് പിന്നെ ഞാൻ നോക്കി വളർത്തിയ പെൺകുട്ടിയാ, അപ്പൊ അവളുടെ കല്യാണമല്ലേ, അപ്പൊ ഒരാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. ശരി, അങ്ങനെയാണോ? അന്നെങ്കിൽ ലീവ് സാങ്ഷൻ ചെയ്തിരിക്കുന്നു പറയണം. അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവാണ്. പിന്നീട് ഇഷിത ഓരോ ഫോൺ കോളൊക്കെ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗൈനക്കോളജിസ്റ്റ് സേതുലക്ഷ്മി അങ്ങോട്ട് വരുന്നത്. ആ മാഡം വരൂ, ഇരിക്കാൻ പറയണം. അങ്ങനെ ഇരുന്നു. എന്താ എന്താ സേതുലക്ഷ്മി ഡോക്ടർ എന്ന് ചോദിക്കണം. അതെ, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമ്മളിവിടെ പലരും ഡെലിവറി ഒക്കെ ഫ്രീ ആയിട്ട് നടത്തി കൊടുക്കാറുണ്ടല്ലോ, തുച്ഛമായ പണമൊക്കെ മേടിച്ചിട്ട്. ആ ശരി, അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നത്? പക്ഷെ അതിനകത്ത് ചില ചതികളൊക്കെ പറ്റുന്നുണ്ടോ എന്ന് സംശയം. എന്താ ഡോക്ടറെ? ചിലരൊക്കെ വലിയ ലക്ഷറി കാറിലൊക്കെയാ വന്നിറങ്ങണേ, പക്ഷെങ്കിൽ അവരൊന്നുമില്ലാത്തവരെ പോലെയാണ് ഇവിടെ. പിന്നീട് അവർ ഫ്രീ ആയിട്ട് ഡെലിവറി ഒക്കെ നടത്തി പോകുന്നു. അങ്ങനെ ഒന്ന് രണ്ട് കേസുകൾ കഴിഞ്ഞ ദിവസം എന്റെ കണ്ണിൽ പെട്ടെന്ന് പറയാണ്. ഓഹോ, അങ്ങനെയാണല്ലേ? അല്ല, അങ്ങനെയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കണം. നമുക്കൊരു ടീമിനെ അതിനുവേണ്ടി നിയോഗിക്കാം. സേതുലക്ഷ്മി ഡോക്ടർ അത് നല്ലൊരു ഇൻഫർമേഷൻ തന്നെയാണ്. താങ്ക്സ് ഒക്കെ നമുക്ക് പറയാം. ഇതിന് കീപ്പ് ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ട് സംഗതികളൊക്കെ ഉണ്ട് പറയണം എന്നൊക്കെ പറയണം. അങ്ങനെ ഡോക്ടർ അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനുമാണ് ന്യൂറോളജിയുടെ സ്റ്റീഫൻ ഡോക്ടർ അകത്തേക്ക് കയറി വരുന്നത്. ഡോക്ടറെ കണ്ടതും ഇഷത ചോദിച്ചു, എങ്ങനെയുണ്ട് ഡോക്ടറെ? ഇപ്പൊ ആതിരയ്ക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. അതെ, ഇപ്പം അറിയാലോ കാര്യങ്ങളൊക്കെ. കാരണം എനിക്ക് ആ ഇൻഫർമേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാനത് ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഓർത്തെ. കാരണം ഒരു കാരണവശാലും ബ്ലഡ് ഒന്നും അവളുടെ ശരീരത്തിൽ വരാനായിട്ട് ചാൻസ് ഇല്ല. നമ്മള് ഫുൾ ബോഡി നേരത്തെ ചെക്കപ്പ് ചെയ്തായിരുന്നല്ലോ, ബ്ലഡ് ഒക്കെ പരിശോധിച്ച് നോക്കിയായിരുന്നല്ലോ സർജറിക്ക് മുമ്പ്. പക്ഷെ അന്നൊന്നും ലെഡിന്റെ അംശമൊന്നും കണ്ടില്ല. പക്ഷെങ്കിൽ ആ അജ്ഞാൻ തന്ന ഫോൺ കോളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരി തന്നെയാ. ഇപ്പോഴവളുടെ ശരീരത്തിൽ അവളുടെ ബ്ലഡിനകത്ത് ലെഡിന്റെ അംശം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടത് വിശ്വസ് പറഞ്ഞു, ദൈവമേ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഒരു പക്ഷെ അവളെ ഇതിന് ശേഷം ഇവിടെ ഹോസ്പിറ്റൽ സർജറി ചെയ്തതിന് ശേഷം അവളുടെ ശരീരത്തിലേക്ക് ആരെങ്കിലും ഇഞ്ചക്ട് ചെയ്തായിരിക്കും അല്ലേന്ന് ചോദിക്കണം. അതെ, അങ്ങനെ ആവാനാണ് ചാൻസ്. അങ്ങനെയാണെങ്കിൽ ബ്ലഡ് മൊത്തം എത്രയും പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇനി അവളെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് പറയണം. ശരി ശരി മാഡം, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം തന്നെ ഇഷിത എന്തെങ്കിലും ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ക്യാബിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയണം. അത് ഇതിനു മുമ്പുള്ള CCTV ദൃശ്യങ്ങൾ അതിന്റെ റൂമിന് വെളിയിലുള്ളതും അവിടെയെല്ലാം ഇങ്ങോട്ട് എത്തിക്കണമെന്ന് പറയണം. പിന്നീട് ഇഷിത അവിടെ ഇരിക്കുക. പിന്നീട് വൈകുന്നേരമായി കഴിഞ്ഞപ്പോൾ ചിപ്പിമോളും രാമനാഥനും അവരെല്ലാം റെഡിയായിട്ട് ഇരുന്നു. അപ്പോഴത്തേക്കും ചിപ്പിമോള് സ്വപ്നവല്ലിയോട് പറഞ്ഞു, അതെ, അവിടെ ചെന്നിട്ട് വെറുപ്പിക്കുന്ന വരെ വർത്താനങ്ങളൊന്നും പറയില്ല കേട്ടോ അച്ഛമ്മേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മഞ്ജു പറഞ്ഞു, ഓഹോ, അപ്പൊ ഇപ്പോഴേ നീ അവരുടെ ഭക്ഷണം ചേർന്നു ചോദിക്കും. ഭക്ഷണം ചേർന്നൊന്നും അല്ല, ഉള്ള കാര്യം പറഞ്ഞ വെറുതെ മനുഷ്യനെ നാണം കെടുത്തില്ലെന്ന് പറയണം. രാമനാഥൻ പറഞ്ഞു, ചിപ്പിമോള് വരെ ഇത് പറയുന്നുണ്ട്. കാരണം നിന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ലതാന്ന് ചിപ്പിമോൾക്ക് വരെ മനസ്സിലായെന്ന് സ്വപ്നവല്ലിയോട് പറയണം. ഓ, ഇപ്പൊ ഞാനാണല്ലേ ഇവിടെ ഒരു അധികപ്പറ്റെന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വന്നു. അല്ല, നീ ഇതെവിടെ പോയായിരുന്നു ഇപ്പൊ? ഞാൻ എന്റെ വീട്ടില്. അപ്പൊ ഇതേത് വീടാ? അല്ലമ്മേ, അതല്ല, എന്റെ വീട്ടിൽ വെച്ച് സഹായിക്കാനായിട്ട് വിരുന്നല്ലേ അവിടെ. ഓ, നീ ഇവിടെ കിടന്ന് ജോലി ചെയ്യുന്നതിന് നിന്റെ വീട്ടിലാണോ പോയി കിടന്ന് ജോലി ചെയ്യുന്നത്? കൊള്ളാലോടി നീ ആളെന്ന് പറയണം. ഇത് കേട്ട രാമനാഥൻ പറഞ്ഞു, വേണ്ട സ്വപ്നവല്ലി, വെറുതെ ഒരു വഴക്കുണ്ടാക്കണ്ട. അറിയാലോ, നിന്റെ സ്വഭാവം നന്നായിട്ടറിയാം, അതുകൊണ്ട് നാവടക്കുന്നത് നല്ലതെന്ന് പറയാം. പെട്ടെന്ന് രാമനാഥൻ ചോദിച്ചു, അല്ല, ഇതൊരു മഹേഷ് വന്നില്ലേന്ന് ചോദിക്കണം. ഇല്ല ചാന്ന് പറയാം, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയണം. എന്നും പറഞ്ഞിട്ട് നേരെ മഹേഷിന്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. മഹേഷിനോട് പറഞ്ഞു, എടാ, നീ എന്താ ഇതായിട്ടും വരാത്തേന്ന് ചോദിക്കാം. അല്ലച്ച, എനിക്ക് തിരക്കുണ്ട് ഇവിടെ. എടാ, ഇന്നല്ലേ ഇഷിതയുടെ വീട്ടിൽ വിരുന്ന്, നീ അത് മറന്നുപോയെന്ന് ചോദിക്കാം. ഇങ്ങോട്ട് വരാൻ നോക്കാൻ പറയണം. ശരി അച്ഛാന്ന് പറയണം. അങ്ങനെ ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷിന്റെ അടുത്തേക്ക് വിവേകം വന്നിട്ട് പറഞ്ഞു, അതെ, വൈകുന്നേരം ഒന്നൊരു കോൺഫറൻസ് ഉണ്ടെന്ന് പറയണം. കോൺഫറൻസോ? അതെ. അയ്യോ, അതെങ്ങനെ ശരിയാവും? അതാ, ഞാൻ നേരത്തെ മഹേഷിനോട് പറഞ്ഞായിരുന്നല്ലോ, ഞാൻ ആ കാര്യം കൂടെ മറന്നു പോയായിരുന്നു. കാരണം എനിക്കിന്ന് വൈഫിന്റെ അടുത്തൊരു വിരുന്ന് പാർട്ടി വെച്ചിട്ടുണ്ടെന്ന് പറയണം. അതെ, ഇതിന് വരാതിരിക്കില്ല, ഈ കോൺഫറൻസ് വരാതിരുന്നാൽ ശരിയാകത്തില്ല. വമ്പൻ ടീമുകളും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം. മഹേഷിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരു അവസ്ഥയായിപ്പോയി. ഈ സമയം
രാമനാഥൻ ഇഷിതയോട് പറഞ്ഞതേ അവൻ ചിലപ്പോൾ വരാൻ വൈകുമായിരിക്കും. ഇത് കേട്ടത് ഇഷിത പറഞ്ഞു അത് കുഴപ്പമില്ല അച്ഛാ, നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറയാണ്. അങ്ങനെ അവര് അങ്ങോട്ടേക്ക് ചെല്ലുവാണ്. മാഷും പ്രിയാമണി എല്ലാരും കൂടെ അകത്തേക്ക് സ്വീകരിച്ചുകൊണ്ട് ഇരുത്തുന്നുണ്ട്. സ്വപ്നവലിയും പ്രിയാമണിയും കണ്ണിക്കണ്ട് നോക്കുവാണ്. സ്വപ്നവലിക്കാണെങ്കിൽ പ്രിയാമണിയെ കണ്ടപ്പോ തന്നെ നല്ല ദേഷ്യം എറിഞ്ഞു പൊങ്ങുവാണ്. പിന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ആഷിത കൊണ്ടുവന്ന് വെജിറ്റബിൾ സൂപ്പ് ഒക്കെ കൊടുക്കുവാണ്. ഇത് കണ്ടപ്പോഴത്തേനും സ്വപ്നവലി ഇതെന്താന്ന് ചോദിക്കുകയാണ്. വെജിറ്റബിൾ സൂപ്പാ? ഓ വെജിറ്റബിൾ സൂപ്പാണോ? ഞാനും കരുതി വല്ല മട്ട സൂപ്പും ആയിരിക്കുന്നു. ഓ എന്റെ പൊന്നോ, ഇതെനിക്കൊന്നും ഇഷ്ടമില്ല, ഇതിന്റെ ദുർഗന്ധം എനിക്ക് സഹിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് വെക്കുവാണ്. ഇത് കണ്ടതും പ്രിയാമണി പറഞ്ഞു ദൈവമേ, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പം സ്വപ്നവലി അത്യാവശ്യമായിട്ട് ബ്രഷ് മേടിക്കണം കേട്ടോ എന്ന് പറയണം. എന്ത് പറ്റി? അല്ല ബ്രഷ് മേടിച്ച് നന്നായിട്ട് പല്ല് തേക്കണം, എന്നാലല്ലേ ദുർഗന്ധം പോകത്തുള്ളൂ എന്ന് പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും അവരിരുന്ന് ഗോൾ അടിക്കാനായിട്ട് തുടങ്ങി. അവസാനം മാഷനും രാമനാഥനും മനസ്സിലായി ഇതൊരു നടക്കി പോകുന്ന കാര്യമല്ലെന്ന്. രാമനാഥനും മാഷും കൂടി ചാടി എഴുന്നേറ്റ് പറഞ്ഞു രണ്ടുപേരും ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. കുറെ സമയം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നേ, എന്താന്നാ നിങ്ങളുടെ എല്ലാം വിചാരം? കല്യാണം കഴിഞ്ഞ് വിരുന്നിന് വന്നപ്പോൾ അതിൻ്റെതായ രീതി വേണ്ട പെരുമാറാൻ എന്നൊക്കെ പറഞ്ഞു രണ്ടുപേരും കൂടെ ദേഷ്യപ്പെടുവാണ്. അവസാനം ഇഷിത പറഞ്ഞു സാരല്ലച്ചാ പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. സ്വപ്നവലി രാമനാഥനും പ്രിയാമണിനെ മാഷും വഴക്കൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളൊന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.